ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വോൾഫ് ഗെയിമിംഗ്. അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ക്ലൈംബ് ആൻഡ് ജമ്പ് പാർട്ട് 2 ആണ് ഗൈസ്. ക്ലൈംബ് ആൻഡ് ജമ്പ് ആണ് ഇത്, പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത്രയും എത്തിച്ചായിരുന്നു. തേർഡ് വേൾഡാന്ന് തോന്നിയ, മറന്നുപോയി. തേർഡ് വേൾഡ് അല്ലായിരുന്നു? അതെ ഗൈസ്, തേർഡ് വേൾഡാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കളിയിലോട്ട് പോവാം. നമ്മളപ്പം വിങ് ഇപ്പം റെഡ് കേപ്പ് അല്ലായിരുന്നോ? റെഡ് കേപ്പ് ആയിരുന്നു ഗൈസ്. നമുക്കിനി ഫ്ലാഗ് കേപ്പിലോട്ടാവണം. അതിനുള്ള പൈസ ഇപ്പം എനിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ടവർ ക്ലൈംബ് ചെയ്യാം. അപ്പം നമുക്കിവിടെ സ്പിന്നുണ്ട്, ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ജസ്റ്റ് മിസ് ഗൈസ്, ഇത് കിട്ടിയിരുന്ന സൂപ്പറായിരുന്നു, ബട്ട് അത് കിട്ടിയില്ല. എങ്ങനെയാലും ക്ലൈംബ് ചെയ്യാം. ഗിഫ്റ്റും ഉണ്ട്. ഇപ്പൊ തന്നെ 500 മീറ്റർ ആയി ഗൈസ്, 500 മീറ്റർ ആയി. ബാഗിൽ എന്തോ ഉണ്ടല്ലോ, എക്യുപ് ബെസ്റ്റ് കൊടുത്തു. ബാഗിൽ ഒരു സുവനീർ ബോക്സ് ആണ്, നമുക്കത് ഓപ്പൺ ചെയ്യാം. മക്കാറോൺ കേക്ക് കിട്ടി ഗൈസ്. സുവനീർ എക്യുപ്പ് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് ഉണ്ട് ഗൈസ്, ഇത് രണ്ടും നമുക്ക് വേണ്ട. ടയർഡായെന്ന് പറഞ്ഞു, നമുക്ക് തന്നെ ജമ്പ് ചെയ്യാം. വിങ് അപ്ഗ്രേഡ് ചെയ്യാം. ഇവിടുത്തെ എഗ്ഗിന് എത്ര? എഗ്ഗില്ലേ? എഗ്ഗ് ഇവിടെ ഉണ്ട്. 350 ട്രില്യൺ ആണ് ഗൈസ്. അതിനുള്ള പൈസ ഇപ്പം നമുക്കില്ലാത്തതുകൊണ്ട് ടവർ ക്ലൈംബ് ചെയ്യാം. നമുക്ക് 2 മണി ബൂസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം ഇനി 50%ന്റെ 2 മണി ബൂസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിനി 100% കൂടുതൽ കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നുള്ളതും പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റിയുള്ള ഒപ്പീനിയനൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് അതൊക്കെ കളിക്കാം. നമുക്ക് 500 ട്രില്യൺ ആക്കിയിട്ട് ജമ്പ് ചെയ്യാം. ഇതുവരെയും വെറും 2.5 കിലോമീറ്റർ നമ്മൾ കയറിയിട്ടുള്ളൂ. 500 എന്ന് പറഞ്ഞിട്ട് 550 ഞാൻ ശ്രദ്ധിച്ചില്ല. 1.10 ക്യൂ ഇട്ടിട്ടുണ്ട്. ക്വാഡ്രില്യൺ ഒരു എഗ് ഹാച്ച് ചെയ്യാം. ഗോൾഡൻ ക്യാറ്റ് എപ്പിക്കാണ് ഗൈസ്. അതിനെ പിന്നെയും കിട്ടി. ഒരെണ്ണോടെ നമുക്ക് എടുക്കാം. ഗോൾഡൻ ക്യാറ്റ് ഗൈസ്, അത് തന്നെയാണ് പിന്നെയും കിട്ടിയത്. അത് ബില്യൺ ആയിരുന്നല്ലേ? ഞാൻ വിചാരിച്ചത് അത് ചെറുതായിരിക്കുമെന്ന്, പക്ഷെ ചെറുതല്ല. ക്രാഫ്റ്റ് ബിഗ് ചെയ്യാൻ പറ്റത്തില്ലേ? പക്ഷെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കളിക്കാം. ഒരെണ്ണം ഇങ്ങനെ കയറി നോക്കാം. ഇപ്പൊ നല്ല സ്പീഡിൽ പൈസ കയറുന്നുണ്ട് ഗൈസ്. എന്താ ബലു ഒരുത്തൻ കയറി പോകുന്ന എനിക്ക്. നമ്മളോട്ട് മത്സരിക്കുന്നതായിരിക്കും മിക്കവാറും അവന്മാര്. ഇപ്പൊ പോയത് നല്ല സ്പീഡായിരുന്നു ഗൈസ്. ദൈവനാണ് ഇപ്പൊ കയറിപ്പോയത്. ഇപ്പൊ തന്നെ 2 ക്വാഡ്രില്യൺ ഐസ്. ക്വാഡ്രില്യൺ തന്നെയല്ലേ പറയണേ? അതെ, ക്വാഡ്രില്യൺ ആണെന്ന് തോന്നുന്നു. 350 ട്രില്യൺ ഫ്രീ പൈസ കിട്ടി. ഇത് വേണ്ട വെച്ചത് 40 ഉള്ളു. നമുക്ക് ഇപ്പൊ തന്നെ ബില്യൺ വെച്ചാ കിട്ടണം, അത് കാര്യമില്ല. ഇതും വേസ്റ്റാ.
തന്നെ 4 ക്വാഡ്രില്യനായി. എന്നതാ സാധനം ഒന്നും എനിക്ക് അറിയില്ല ഗൈസ്. കോസ്റ്റോ ജംപ് ഡൗൺ 20 ടൈംസ്. ഓക്കെ, നമുക്ക് ചെയ്യാം. റീച്ച് ടവർ ടോപ്പ് 3 ടൈംസ്. ഇതൊക്കെ സിമ്പിളാ. പ്രീമിയം ലക്കി. എന്തൊരു ക്രേറ്റ് ഓപ്പൺ ചെയ്യാനുണ്ട്. ക്രിസ്മസ് സുവനിയർ ബോക്സ് കിട്ടി ഗൈസ്. ഇതാണ് കിട്ടിയത്. 10% റെയർ ഉള്ളത്. സുവനിയർ ഓക്കെ, ഓപ്പൺ ചെയ്തു. ഫ്രോസ്റ്റ് ഗ്ലോ ഓർണമെന്റ്. ഇത് എന്നതാന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇതിൻ്റെ കുറവേതാ ഇത്. ഇനി അവിടെ ഇത് കയറ്റാം. അങ്ങനെ 11% മണി ബൂസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ചെറുതായിട്ട് നമ്മൾ അവതാർന്ന് മാറ്റിയായിരുന്നു. ഒരു ബേക്കൺ മാറ്റി ഇപ്പൊ ജോണെങ്ങാണ്ടായി. നമുക്ക് നോക്കാം കാശ്. ഞാൻ ഫ്രീ ആയിട്ടുള്ളതാണ് ഇപ്പൊ എടുക്കുന്നത്. എനിക്ക് റോബക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള തന്നെയാണ് ഞാൻ ആക്കുന്നത്. ഞാൻ കുറച്ച് ഒന്ന് ഇത് ചെയ്യാനുണ്ട്, ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ അല്ലെങ്കിൽ വേറെ ഗെയിമുകളിലൊക്കെ കയറി കിട്ടുന്ന സാധനം നോക്കാം. ക്വാഡ്രില്യൻ 11 ക്വാഡ്രില്യനായി ഉണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഒരു 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് നമുക്ക് അടുത്ത് പോയി കയറാം. നമുക്കിതൊരു ഇമോർട്ടൽ കിട്ടിയിട്ടില്ല. ഒരു എഗ്ഗിന്റെ ഇമോർട്ടൽ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ റെയറാണ് ഗൈസ് കിട്ടിയത്. 3 എന്ന് പറഞ്ഞിട്ട് ഇത് 5ാമത്തെ ആയി. നമുക്കിവിടെ നടക്കുമ്പോ സ്പീഡ് കിട്ടാനുള്ള ഒന്നുമില്ല അല്ലെ. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായനെ. ട്രെയിൽസ് ആണോ? ഉണ്ട് ഗൈസ്, ഇതെന്തോ ഉണ്ട്. ഇതെന്നതാ ട്രെയിൽസ്? 115 ഫാസ്റ്റർ ദാൻ യുവർ ബെസ്റ്റ് ട്രെയിൽ. ഇതോ? ഇതൊക്കെ എന്തോ സാധനമാണ്. നമുക്കിത് ക്രാഫ്റ്റ് ബിഗ് ചെയ്യാം ഗൈസ്. മേക്ക് ബെസ്റ്റ്. ഗൈസ് ഇപ്പോഴാണ് സെറ്റ് ആയത്. ഇതൊക്കെ വേസ്റ്റ് വെച്ചാണ് ഗൈസ്. കുറെ ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് കളയേണ്ടതിന് എന്തോ എബിലിറ്റി ഉള്ളതാണ്. ഞാൻ എൻചാൻറ്റ് ചെയ്തതാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഞാൻ കൺഫേം കൊടുത്തു. 7 ക്വാഡ്രില്യൻ ഇപ്പൊ തന്നെ ആയി. ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്, അത് ക്ലെയിം ചെയ്യണ്ട ഗൈസ്. അത് വേസ്റ്റ് വെറ്റാണ്. എട്ട് ക്വാഡ്രില്യൻ ആകുമ്പോൾ നമുക്ക് ജമ്പ് ചെയ്യാം. 8 ഗൈസ്. 12 ക്വാഡ്രില്യൻ നമുക്ക് കിട്ടി. 50% മണി ബൂസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഫ്രീ ഗിഫ്റ്റ്, അത് വേണ്ട. അത് ക്ലെയിം ചെയ്തില്ലെങ്കിൽ ചുമ്മാ ഇത് കാണിച്ചോണ്ടിരിക്കും. ക്ലെയിം ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. റെയർ ആയിട്ടുള്ള ഗോൾഡൻ ഡോഗിനെ കിട്ടി. ഇത് റെയറും എപ്പിക്കും മാത്രമേ കിട്ടുന്നുള്ളല്ലോ. ലെജൻഡറി എങ്കിലും കിട്ടിയിരുന്നു. എപ്പിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ഗൈസ്. റെയറും എപ്പിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ ട്രില്ലിലൊക്കെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്.
നമുക്ക് മാക്സിമം വിങ് അപ്ഗ്രേഡ് ചെയ്ത് ഏറ്റവും ടോപ്പിലെത്തുക. അതാണ് ഇതിന്റെ മെയിൻ ഒരു ക്വസ്റ്റ് എന്ന് പറയുന്നത്. ഉണ്ട് മാക്സിമം വേൾഡ് കവർ ചെയ്യാം. ഇപ്പൊ 22 വേൾഡ് ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഡിലീറ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ബിഗ് അടിക്കാം. ടയർഡായെന്ന് കാണിച്ചു. ഞാൻ ജമ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ക്വസ്റ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. 20 മിനിറ്റ്സ് പ്ലേ ചെയ്യണം. ഗൈസ്, അപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും ഞാൻ ഇങ്ങനെ ക്ലൈംബ് ചെയ്യുക, ജമ്പ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് ഓഫ് ക്യാമറയിൽ ഇത് ചെയ്തിട്ട് വരാം. കുറച്ച് ക്യാഷ് ഒപ്പിച്ചിട്ട് വരാം, കോയിൻ ഒപ്പിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തു. 99 ക്വാഡ്രില്യൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് എഗ്ഗ് ഹാച്ച് ചെയ്തപ്പം എനിക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫോക്സ് എന്ന് പറഞ്ഞ ഇതിന് കിട്ടി. ഗോൾഡൻ ഫോക്സ് ഗൈസ്. ഈ മുട്ടയുടെയാണ് ഗൈസ്, ഈ എഗ്ഗിൻ്റെയാണ് ഗോൾഡൻ ഫോക്സ് എന്ന് പറഞ്ഞാൽ കിട്ടിയത്. അപ്പം അത് ഇങ്ങനെ കയറുന്ന സമയത്ത്, ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തപ്പം 5 വിന്ന് വേണമെന്ന് നമ്മൾ കുറച്ച് മുന്നേ നോക്കിയായിരുന്നു. അപ്പം 5 വിന്ന് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചു ഇത് വേണമെങ്കിൽ കുറച്ച് നേരം എടുക്കുമല്ലോ. അപ്പോഴാണ് ഗൈസ് ഐഡിയ കിട്ടിയത്. നമുക്ക് ഇവിടെ കയറുമ്പോഴല്ലേ ഗൈസ് കുഴപ്പമുള്ളൂ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡിലൊക്കെ ചെന്ന് കയറാമല്ലോ. അപ്പോൾ അവിടെ വിന്ന് കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് അതിനൊരു കഴിഞ്ഞ വേൾഡിലോട്ട് പോയിട്ട് അവിടെ കുറച്ച് വിന്ന് ഒപ്പിച്ചിട്ട് വരാം. അയ്യോ, ഇത് ഞാൻ അൺലോക്ക് ചെയ്തില്ലേ? ഓ, താഴ്ചയായിരുന്നു. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ടെലിപ്പോർട്ട് ആയോന്ന്. പക്ഷെ അല്ല ഗൈസ്. ഓക്കെയാണ്, ഇവിടെ ടവർ ക്ലൈംബ് ചെയ്യാം. നല്ല സ്പീഡാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ടയിലെത്തുന്നുണ്ട്. ഇവിടെ വെറും ട്രില്യണൊക്കെ കിട്ടുന്നുള്ളൂ. അവിടെ നമുക്ക് ബില്യൺ കിട്ടുന്നുണ്ടായിരുന്നു. ബില്യൺ അല്ല, ക്വാഡ്രില്യൺ. ഇവിടെ 5 വിന്ന് കിട്ടും ഗൈസ്. ഒന്നുകൂടെ കയറാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതല്ലല്ലോ, ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് ഞാൻ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാറായി. അത് ഇപ്പം കംപ്ലീറ്റ് ആവും. ഇതും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പതിനാലായിട്ടുണ്ട്. ഫ്രീ ഗിഫ്റ്റിനകത്തൊരു സുവിനിയർ ബോക്സ് ക്ലെയിം ചെയ്യാനുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്തേക്കാം. ബാക്ക് വെയിറ്റ് ആണ് ഗൈസ് കിട്ടിയത്. ഗൈസ്, അത് ബാക്ക് വെയിറ്റ് അത് എന്നതാ തരുന്നത്? 5% മണിയാണ് ഗൈസ്. ഇപ്പം വേണ്ട, പൈസ നമുക്ക് ഇപ്പം വേണ്ട. സ്നോഫ്ലേക്സ് 2 ചെയ്യാനുണ്ടായിരുന്നു. ഓ, ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഗൈസ് നമുക്ക് അത് കിട്ടുന്നത്. സ്നോഫ്ലേക്സ് ഓരോ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം സ്നോഫ്ലേക്സ് കിട്ടും. പക്ഷെ അങ്ങോട്ടുള്ള ഗുണം റോൾ ചെയ്യാൻ പറ്റും. നമ്മളൊന്നും ചെയ്തായിരുന്നു, ഞാൻ മറന്നുപോയി. അത് എവിടെയായിരുന്നു റോൾ ചെയ്യുന്നത്? സീസണിലല്ലായിരുന്നു. ഇവിടെ ചെന്ന് ലക്കിയില്
ക്രിസ്മസ് സുവിനർ ബോക്സ് തന്നെയാണ് ഗൈസ് നമുക്ക് പിന്നെയും കിട്ടിയത്. സ്പീഡ് ബൂസ്റ്റ് ഇനിയില്ല ഗൈസ്. ഓക്കെ ഗൈസ് നമുക്കാണെങ്കിൽ കുറച്ചായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് മേടിക്കാം. 5 വിന്ന് കൊടുത്ത് എന്താ വ്യത്യാസം തന്നെ. എന്തോ ഉണ്ട് ഒരു ട്രെയില് പോകുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ നമുക്കാണെങ്കിൽ ഇനി ഇവിടെ വന്നൊരു വിങ് അപ്ഗ്രേഡ് ചെയ്യാം. 99 ക്വാഡ്രില്യൺ. അടുത്ത് 350 ക്വാഡ്രില്യൺ ഗൈസ്. നല്ല പാടായിരിക്കും അത്. ഓക്കെ നമുക്കാണെങ്കിൽ ടവർ ക്ലൈംബ് ചെയ്യാം. ഇവിടെ ബോക്സ് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ. ഫ്രോസ്റ്റ് ഗ്ലോ ഓർണമെന്റ് തന്നെയാണ് ഗൈസ് നമുക്ക് പിന്നെയും കിട്ടിയിരിക്കുന്നത്. പ്രയോജനമൊന്നുമില്ല. 11 സ്പീഡ് കടന്നോട്ടെ ഗൈസ്. പറഞ്ഞ സ്പീഡും കടന്നോട്ടെ. സീസൺ 7 ഇതിന് ലെജൻഡറി ആയിട്ടുള്ള കോൺഫെറ്റി ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു പെറ്റ് കിട്ടിയിട്ടുണ്ട്. 145% as strong as your best pet. നമ്മുടെ ബെസ്റ്റ് പെറ്റിനെക്കാട്ടിലും 145% സ്ട്രോങ് ആയിരിക്കും ഇത്. അത് കൊള്ളാം കാശ്. അപ്പൊ നമുക്ക് കുറെ കാശ് കിട്ടും, കുറെ പൈസ കിട്ടും. ഇപ്പൊ തന്നെ 85 ടോപ്പ് വരെ എത്താൻ നിക്കണോ? കുറച്ച് പാടാണ് ഈ ടോപ്പ് വരെ എത്താൻ. ഇല്ലേ നമുക്കാണെങ്കിലും പിന്നെ നമുക്ക് നോക്കാം. 107 ക്വാഡ്രില്യൺ കിട്ടിയിട്ടുണ്ട്. 2 പെറ്റും കൂടി പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ കുറച്ചു നേരമായി ഇവിടെ കളിക്കുന്നു. ഒരുപാട് നേരമായില്ല, ഒരു 10-25 മിനിറ്റ് ആയി കാണും. ഓക്കെ ഇപ്പോഴത് തന്നെയാണ് ഗൈസ് ബെസ്റ്റ്. വേണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു വർഷം തീരുന്നതിന് മുന്നേ നമുക്കൊരു ഇനി 2 സബ്സ്ക്രൈബറും കൂടി മതി ഗൈസ് നമുക്ക് 15 സബ്സ്ക്രൈബ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 20 സബ്സ്ക്രൈബും കൂടി എത്തിക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് മറക്കാതെ സബ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ആർക്കും തന്നെ നഷ്ടമൊന്നുമില്ല സബ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലിക്ക് ഗൈസ്. നിങ്ങൾ സബ് ചെയ്യുക ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നിടം വരെയും എല്ലാവർക്കും ബൈ.